നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി ലോകം കണ്ണീർ നൽകുന്ന വാർത്തകളാണ് ദിനം പ്രതി നൽകുന്നത്. നിരവധി സാമൂഹ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രവാസി സംഘടനകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് പലരും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിച്ചു പോരുന്നത്. ഗർഭിണികളായ അനേകം യുവതികൾ നാട്ടിലെത്തിയപ്പോൾ അതിന് കാരണമായ ആതിര എന്ന യുവതിയുടെ വാർത്തകളും നാം കേട്ടിരുന്നു. എന്നാൽ കൊറോണ വ്യാപിക്കുന്ന ആദ്യ നാൾ മുതൽ തന്നെ പ്രവാസികളായ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ജനശ്രദ്ധ നേടിയ ആതിരയുടെ ഭർത്താവ് നിതിൻ ചന്ദ്രൻ ദുബായിൽ മരിച്ചു എന്ന വാർത്ത ഏറെ നൊമ്പരത്തോടെയാണ് ഏവരും അറിഞ്ഞത്. ഹൃദയാഘാതമായിരുന്നു കാരണം. പ്രിയപ്പെട്ടവനോട് യാത്ര പറഞ്ഞ് ആതിര നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓർത്തു കാണില്ല കുഞ്ഞോമനയെ കാണാൻ ഇനി അവൻ വരില്ല എന്നത്. കോവിഡ് കാലത്തെ പ്രവാസികളുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയവരിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നിതിൻ. മെയ് 8-നാണ് ആതിര നാട്ടിൽ എത്തിച്ചേർന്നത്. നേരത്തെ ജൂലൈ ആദ്യവാരത്തിൽ നടക്കേണ്ട പ്രസവത്തിനായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് ആതിരയുടെ യാത്ര മുടങ്ങിയത്. ആതിര ഉൾപ്പെടെ നിരവധി പേരുടെ യാത്രയും അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. എന്നാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിരിക്കാൻ തയ്യാറായില്ല ആതിരയും നിതിനും. യാത്ര അനിശ്ചിതത്വത്തിലായ നൂറുകണക്കിന് ആളുകളുടെ പ്രതിനിധിയായി ദുബായിലെ ഇൻകാസ് യൂത്ത് വിങ്ങിന്റെ സഹായത്തോടെ അവൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു ദുബായിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായ നിതിൻ. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ ദുബായിലെ അമരക്കാരനായിരുന്നു ഇദ്ദേഹം. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ആതിരയുടെ മടക്കയാത്ര സംബന്ധിച്ച് ഇത്തിരി വിവാദത്തിലും പെട്ടുപോയി. മടങ്ങിവരവിനുള്ള ടിക്കറ്റ് ഇൻകാസിന്റെ വകയായി സ്വീകരിച്ചതാണ് വിവാദത്തിന് കാരണമായി മാറിയത്. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിനുള്ള ഇൻകാസിന്റെ സ്നേഹ സമ്മാനമെന്ന് പറഞ്ഞാണ് ഷാഫി പറമ്പിൽ ഇവർക്ക് ടിക്കറ്റ് നൽകിയത്. എന്നാൽ കഴിവുള്ളവർക്ക് എന്തിന് ടിക്കറ്റ് നൽകണമെന്ന് പറഞ്ഞ് ചിലർ ഇത് വിവാദമാക്കി മാറ്റുകയായിരുന്നു. അതേസമയം സമ്മാനം സ്വീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ലെന്നും പകരമായി 2 പേർക്കുള്ള ടിക്കറ്റ് തുക നൽകുമെന്നും നിതിനും ആതിരയും വ്യക്തമാക്കുകയായിരുന്നു. മാത്രമല്ല, നാട്ടിലേക്ക് തിരിക്കും മുമ്പ് അവർ അത് ഇൻകാസിന് കൈമാറുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.